എന്റെ സിസ്റ്ററെ എത്ര നേരം എന്താ ഞാൻ സിസ്റ്ററെ കാത്ത് തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നെ കാത്ത് തിരിഞ്ഞു മറിഞ്ഞു കിടക്കാനേ എന്റെ വീട്ടിൽ എന്റെ ഭർത്താവുണ്ട്. താൻ തന്റെ വീട്ടിൽ പോയി തിരിഞ്ഞു മറിഞ്ഞു കിടക്കണോ? സിസ്റ്ററെ എനിക്ക് മധുരമുള്ള മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ താ. ഇവിടെ തനിക്ക് എന്തിനാണ് ഇപ്പൊ ഞാൻ മരുന്നിരുന്നേ? ഞാൻ കമത്തി കിടത്തിട്ട് ചന്തിയിൽ ഒരു നുള്ളെങ്കിലും ആ സുഖത്ത് ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം. താനോടെ കിടക്കാൻ നോക്കിയേ. എടോ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചാ? ആ അളിയെ മേടിച്ചോണ്ട് തന്നു. എവിടെ? അനങ്ങണ്ട ഞാൻ വരാം. ആ കത്രിക, സൂചി, നൂലും. അവൻ തയ്യക്കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നു ഇതെല്ലാം കൂടെ. എടോ ഇതെന്തുന്നാടോ ഇത്? അതിനകത്ത് എഴുതിയ സാധനം എന്തെന്ന്? ഓട്ടം കണ്ട് എഴുതിയിരുന്നു. ഓ കോട്ടറല്ല, കോട്ടൻ പഞ്ഞി മേടിക്കാനാ പറഞ്ഞത്. ഇതെന്താ മേടിച്ചോണ്ടേ? അവൻ എന്റെ കൂടെ സ്നേഹം മൂത്തിട്ട് കോട്ടറിന് ഒരു അരയും മേടിച്ചോണ്ട് വന്നു. അവിടെ കിടക്കാൻ കാണാറുന്നേ. യോ വീട്ടിൽ നിന്ന് മോള് വിളിക്കുന്നല്ല. എന്താ ഇപ്പൊ വിളിക്കുന്നേ? ഹലോ എന്തേടി? ലിപ്സ്റ്റിക്കാ? എടി നിന്റെ ലിപ്സ്റ്റിക്ക് ഞാൻ എങ്ങനെ എടുക്കാനാ? അവിടെ ഉള്ളടത്തുണ്ടാവും നോക്ക്. എടി ഒരു സാധനം എടുത്താ എടുത്തോടത്ത് വെക്കണം, അല്ലാതെ ഇവിടുത്തെ ഡോക്ടറിനെ പോലെ കാണിക്കല്ല വേണ്ടത്. അതൊന്നുമില്ല, വേറെ കാര്യം പറഞ്ഞതാ ഞാൻ. അതെ ഇവിടുത്തെ ഡോക്ടറിന് കുറച്ചു നാൾ മുന്നേ ഒരു അബദ്ധം പറ്റി. ചുണ്ടിൽ ചെയ്യേണ്ട ഓപ്പറേഷൻ മൂക്കിക്ക് പോയി ചെയ്തു. അത്രേ ഉള്ള മീശയുടെ ഗ്യാപ്പല്ലേ ഉള്ളു, കുഴപ്പമില്ല. ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്ത്. കഷ്ടം. അതും കഴിഞ്ഞ് ഇന്ന് ആദ്യമായിട്ട് ഡ്യൂട്ടി കയറുന്നത്. അടിപൊളി. താനാണ് ഡോക്ടറിന്റെ ഇന്ന് തേരാ. നല്ല ലെക്കാണ്ടോ എനിക്ക്.